ചന്ദ്ര വളരെ മോശമായ രീതിയിൽ രേവതിയുടെ വീട്ടുകാരെക്കുറിച്ച് അവളുടെ അച്ഛനെക്കുറിച്ചും അനിയത്തിയെക്കുറിച്ചും എല്ലാം സംസാരിക്കുകയാണ്. അത് കേട്ട് രേവതി വളരെ വിഷമത്തോടു കൂടി കരയുകയാണ്. വളരെ സങ്കടത്തോടെ കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് രേവതി. റൂമിൽ ചെന്നിരുന്ന് കരഞ്ഞുകൊണ്ട് അവളിങ്ങനെ അമ്മ ചന്ദ്ര പറയുന്നതെല്ലാം ആലോചിച്ച് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്നത് രേവതി അമ്പലത്തിലോട്ടാണ്. അമ്പലത്തിലേക്ക് കരഞ്ഞുകൊണ്ട് രേവതി ചെല്ലുന്നത് കണ്ട് അമ്മയും ദേവും വിളിക്കുന്നുണ്ട്. മോളെ രേവതി രേവതി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ രേവതി അതൊന്നും കേൾക്കുന്നില്ല. രേവതി അതൊന്നും കേൾക്കാതെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ദേവിനോട്, മോളെ രേവതിക്ക് എന്തോ സങ്കടം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾക്ക് വിളിക്കുന്നതൊന്നും അവൾ കേൾക്കാത്തത്. മോളൊന്ന് ചെന്ന് നോക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഓടി ചെല്ലുകയാണ്. അതിനെ പിടിച്ചു നിർത്തി രേവതിനെ പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇത്ര സംഘത്തോടെ നിൽക്കുന്നത്, എന്താ കാര്യം പറയുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ രേവതി ഒന്നും മിണ്ടുന്നില്ല, കരയുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഓടിപ്പോയി. അവിടെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളം ഒരു കുടം കൊണ്ട് മുക്കി അത് അവൾ തന്നെ രേവതി സ്വയം എടുത്ത് തലയിലൂടെ ഒഴിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ട് ദേവിയുടെ മുന്നിൽ ചെന്ന് ഭസ്മം നെറ്റിയിൽ തൊട്ട് ശയന പ്രദക്ഷിണം ചെയ്യാണ്. അപ്പോൾ രേവതിയും ദേവും അമ്മയും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്ത് പറ്റിയെന്ന് മോളെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ രേവതി ഒരക്ഷരം തന്നെ മിണ്ടുന്നില്ല, അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. അങ്ങനെ ശയന പ്രദക്ഷിണം ചെയ്യാണ്. അപ്പോൾ പൂജാരി വരുന്നുണ്ട്. പൂജാരിയും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രേവതിക്ക്, രേവതിനെ ഇത്ര വിഷമത്തോടു കൂടി ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അറിയില്ല, ഞങ്ങൾക്കൊന്നും ചോദിച്ചിട്ട് രേവതി ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മ ദേവുവിനോട് പറയാണ്, നീ വേഗം സച്ചിയെ വിളിക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയേ, എന്തോ പറ്റിയിട്ടുണ്ട് മോൾക്ക് കാര്യമായിട്ട്, എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് ദേവുവിനോട് സച്ചിനെ വിളിക്കാൻ പറയാണ്. അങ്ങനെ ദേവ് ഓടി ചെന്ന് സച്ചിയോട് ഫോൺ ചെയ്യുന്നുണ്ട്. സച്ചിയെ ഫോൺ ചെയ്തിട്ട് സച്ചിയോട് പറയാണ്, ഒന്ന് ചേട്ടാ വേഗം ഇങ്ങോട്ട് വരുമെന്ന് പറയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാണ് അങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവ് പറയും, രേവതി ചേച്ചി വന്നിട്ടുണ്ട് ഇവിടെയെന്ന് പറയും. അപ്പോൾ സച്ചി ചോദിക്കും, അതിന് ഞാനെന്ത് വേണം, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവൾ പൂ കെട്ടുന്നിടത്ത് വന്നിട്ട് ഞാൻ പൂ കെട്ടണോ കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് തമാശയായിട്ട്. പക്ഷേ ദേവ് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയണം. രേവതി വന്നതും കരഞ്ഞുകൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും പറയണം. അത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ഇപ്പോൾ വരാം ദേവു, മോളെ ഇപ്പോൾ വരാമെന്ന് പറയാണ്. അങ്ങനെ അച്ഛനെയാണ് കാണിക്കുന്നത്. പിന്നെ രവിയും രവിയുടെ കൂട്ടുകാരൻ അശോകൻ നങ്കളും കൂടെ സംസാരിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അവർ പെൻഷൻ കിട്ടുന്നതിനെ കുറിച്ചും വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രവി പറയുന്നുണ്ട്, വീട്ടിലിപ്പോൾ മക്കൾ 3 പേരും വളരെ വൈരാഗ്യബുദ്ധിയോട് കൂടിയാണ് കഴിയുന്നത്, ഞാൻ ഇങ്ങനെയൊന്നല്ല അവരെ പറ്റി ചിന്തിച്ചിരുന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചി അമ്പലത്തിലോട്ട് വരുന്നതാണ്. സച്ചി രേവതി ശയനപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ട് സങ്കടത്തോടു കൂടി ഓടിച്ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി നിനക്ക് എന്ത് പറ്റി, എന്താന്ന് കുറേ വട്ടം ചോദിക്കുന്നുണ്ട് സച്ചി. പക്ഷേ രേവതി ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇതൊന്നും കേൾക്കാതെ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രേവതി അമ്മ പറയുന്നുണ്ട്, എന്ത് പറ്റി മോനെ, രേവതിക്ക് എന്താ പറ്റിയത്, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ സച്ചി പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞങ്ങൾ തമ്മിലൊന്നും വഴക്കുണ്ടായിട്ടില്ല, എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയില്ല, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നവരെ ഒരു കുഴപ്പമുണ്ടായില്ല, അതിന് ശേഷം എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ്. അങ്ങനെ സച്ചി രേവതിയെ ഇരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത് പറയുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ രേവതി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ഓക്കെ എന്നാൽ വാ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്.